നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോക്സോ ആക്ടിനെ പറ്റിയിട്ട് 2012 പോക്സോ ആക്ടിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് പോക്സോ ആക്ട് എന്നും ഓരോ സെക്ഷനകത്തും എന്തൊക്കെയാണ് വരുന്നത് എന്നുമുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബാരാക്സ് കൃത്യമായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ എവിടുന്ന് ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആക്ട് പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ പേരിനകത്ത് തന്നെയുണ്ട് പോക്സോ ആക്ട് 2012 ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് PSC ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ് പോക്സോയുടെ ഫുൾ നെയിം എന്നാണ് ചോദിക്കുന്നത്. പ്രിവെൻഷൻ എന്ന് പലരും തെറ്റി എഴുതാറുണ്ട്. പ്രിവെൻഷൻ അല്ല, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 അതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 തെറ്റിക്കരുത്. ഇത് കുട്ടികളുടെ, അതായത് ഒരു ലാൻഡ്മാർക്ക് ആയിരുന്നു. ഒരു ലീഗലി കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നല്ല ബെസ്റ്റ് ഔട്ട് ഓഫ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെക്ഷൽ അബ്യൂസ് നേരിടുന്ന കുട്ടികൾക്ക്, അസോൾട്ട് നേരിടുന്ന കുട്ടികൾക്ക്, ഹറാസ്മെന്റ് നേരിടുന്ന കുട്ടികൾക്ക്, ഈവൻ പോർണോഗ്രഫിയിൽ പെടുന്ന കുട്ടികൾക്ക് പോലും അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു പോക്സോ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത് മെയ് 22, 2012 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2012 ജൂൺ 19 അങ്ങനെ ഒരു ശിശുദിനത്തിന്, 2012 ശിശുദിനത്തിന് നവംബർ 14 ഈ ഒരു പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. പിന്നീട് ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഇത് 2019 അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഈ ഭേദഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം പറയാൻ പോകുന്നില്ലേ, അതിനകത്ത് ഈ ഭേദഗതി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ലാസ്റ്റ് നമ്മൾ ആ ഭേദഗതി ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ഭേദഗതി എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കുകയും, ഇപ്പം ഡെത്ത്, വധശിക്ഷ കൂടെ ഉൾപ്പെടുത്തി, 20 വർഷം വധശിക്ഷ, ജീവപര്യന്തം അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഭേദഗതി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് 2019 കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ചുരുക്കമായിട്ട് നമുക്ക് അറിഞ്ഞു വെക്കേണ്ടത്. നമുക്ക് നോക്കാം. 9 ചാപ്റ്റേഴ്സിലായിട്ട് 46 സെക്ഷൻസ് ആണ് പോക്സോ ആക്ടിനകത്തുള്ളത്. 9 ചാപ്റ്റേഴ്സ് 46 സെക്ഷൻസിനകത്തായിട്ടാണ് എല്ലാം കൃത്യമായിട്ട് പറയുന്നത്. നോക്കാം. ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് പോക്സോ ആക്ടിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആരാണ് ചിൽഡ്രൻ അഥവാ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പോക്സോ ആക്ടിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ആക്ട് ജെൻഡർ ന്യൂട്രൽ ആണ്. ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമൊന്നുമില്ല. കുട്ടി പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും പോക്സോയ്ക്കകത്ത് വരും. ജെൻഡർ ന്യൂട്രൽ ആണ്. അതുപോലെ തന്നെ പല ഫോംസ് ഓഫ് സെക്ഷൽ അബ്യൂസ് നമ്മൾ ഈ ഒരു ആക്ടിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ്, പോർണോഗ്രഫി, പെനിട്രേറ്റീവ് ആൻഡ് നോൺ പെനിട്രേറ്റീവ് അസാൾട്ട് എല്ലാം തന്നെ ആക്ടിനകത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ സെക്ഷൽ അസാൾട്ടിനെ അഗ്രവേറ്റഡ് എന്ന് പറയുന്ന ഒരു ടേം, അതായത് സെക്ഷൽ ഹറാസ്മെന്റും ഉണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ് പോലെ തന്നെ മറ്റൊന്നാണ് സെക്ഷൽ അസോൾട്ട്, ചൈൽഡ് പോർണോഗ്രഫി. അങ്ങനെ മൂന്നായിട്ടാണ് കുറ്റകൃത്യത്തെ തിരിച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഈ സെക്ഷൽ അസാൾട്ടിനകത്ത് തന്നെ ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നതാണ് കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. നേരിട്ട് തൊട്ടുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് സെക്ഷൽ അസാൾട്ട്. ഈ സെക്ഷൽ അസാൾട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ അഗ്രവേറ്റഡ് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അഗ്രവേറ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടിയ ടൈപ്പാണ്, അതായത് ഗൗരവമേറിയതാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. അതായത് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോട്, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്ത മറ്റൊരു കാര്യമാണ് 2019 ഭേദഗതിയോട് കൂടി കൊണ്ടുവന്നതാണ്. നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ സാമുദായിക ലഹള നടക്കുന്ന അവസരങ്ങളിൽ കുട്ടികൾ ആ സമയത്ത് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കായിരിക്കും. ആ സമയത്ത് കുട്ടികളോട് ചെയ്യുന്ന ലൈംഗിക അതിക്രമം, അതുപോലെ സ്ഥിരമായിട്ട് കുട്ടിയെ ലൈംഗികമായിട്ട് അതിക്രമിക്കുക, അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ സൈനികരോ അങ്ങനെയുള്ളവരൊക്കെ കുട്ടിയുടെ നേരെ അതിക്രമം നടത്തുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അതിക്രമം, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ട പേരൻസ് തന്നെ, അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആൾക്കാർ തന്നെ കുട്ടിയെ ഉപദ്രവിക്കുക, ആശുപത്രി ജീവനക്കാർ ഉപദ്രവിക്കുക, ഇതൊക്കെ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനകത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം.
അപ്പൊ ഈ പറഞ്ഞത് കൂട്ട് അഗ്രവേറ്റഡ് എന്ന് പറയുന്നത് ചില സർക്കംസ്റ്റാൻസസ്, പ്രത്യേകിച്ച് കുട്ടി മെന്റലി ഇല്ലാണെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞ കൂട്ട് തന്നെ ഒരു ഡോക്ടറോ ടീച്ചറോ പോലീസ്മാനോ ഫാമിലി മെമ്പറോ ഒക്കെ കുട്ടിയെ ഉപദ്രവിക്കുവാണെങ്കിൽ അതൊക്കെ അഗ്രവേറ്റഡിനകത്ത് വരും. അപ്പൊ പിന്നീടാണ് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഉണ്ടാവുമ്പോൾ, സാമുദായിക ലഹളയൊക്കെ വരുമ്പോൾ കുട്ടിയെ ഉപദ്രവിക്കുന്നത്, കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ ആ സമയത്ത്, അങ്ങനെയൊക്കെ ആഡ് ചെയ്തത് 2019 ഓക്കെ. അതുപോലെ ഈ ഒരു അഡ്വക്കേറ്റ് പ്രൊവിഷൻസ് ആർ മേഡ് ടു അവോയ്ഡ് റീവിക്ടിമൈസേഷൻ ഓഫ് ദ ചൈൽഡ് അറ്റ് ദ ഹാൻഡ് ഓഫ് ദ ജുഡീഷ്യൽ സിസ്റ്റം. ദ ആക്ട് അസൈൻസ് എ പോലീസ്മാൻ ഇൻ ദ റോൾ ഓഫ് ചൈൽഡ് പ്രൊട്ടക്ടർ ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ ഒരു ചൈൽഡ് പ്രൊട്ടക്ടർ ആയിട്ട്, പ്രത്യേകിച്ച് SI റാങ്കിൽ കുറയാത്തൊരു വനിതയായിരിക്കും ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലേക്ക് കുട്ടിക്ക് വിട്ടുകൊടുക്കുന്നത്. അതുപോലെ the act stipulate that such a step must be taken which make the investigation process a child friendly. കൊച്ചുകുട്ടികളല്ലേ, അതുകൊണ്ട് തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പൊ യൂണിഫോം ഇട്ടുകൊണ്ട് പോലും കുട്ടിയെ മൊഴിയെടുക്കാൻ വരരുത് എന്നുള്ള രീതിയിലുണ്ട്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം ഈ പറയുന്ന കേസും റിപ്പോർട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്ടുകളുണ്ട്. അതുപോലെ അണ്ടർ ദ സെക്ഷൻ 45 ഓഫ് ദ ആക്ട് ദ പവർ ടു മേക്ക് റൂൾസ് ലൈസ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഇംപ്ലിമെന്റേഷൻ, ആക്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റും സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിരിക്കും. ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ഈ പോക്സോ ആക്ടിന് ഒരു 12ഓളം ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. പോക്സോ ആക്ടിന് 12ഓളം ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ആ ഹെഡിങ് ഒന്ന് നോക്കി വെക്കാം. ഒന്ന്, റൈറ്റ് ടു ലൈഫ് ആൻഡ് സർവൈവൽ. അതായത് ഈ കുട്ടി ലൈംഗികമായിട്ട് ഉപദ്രവിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയില്ലേ, ഈ സെക്ഷൽ അസാൾട്ടും ഉണ്ട്, സെക്ഷൽ ഹറാസ്മെന്റും ഉണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ്, ചൈൽഡ് പോർണോഗ്രഫി, ഇതൊക്കെ തന്നെ കുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന, ശാരീരികമായിട്ട് അല്ലെങ്കിൽ പോലും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് പോലും സെക്ഷൽ ഹറാസ്മെന്റിനകത്ത് വരുന്നുണ്ട്. സോ അതും എന്താണ്, പോക്സോ ആക്ടിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ അങ്ങനെ ഉണ്ടായാൽ ആ കുട്ടിക്ക് ഫിസിക്കലി, സൈക്കോളജിക്കലി, മെന്റൽ, ഇമോഷണൽ അബ്യൂസ് നേരിടുകയോ നെഗ്ലക്ട് ചെയ്യപ്പെടുകയോ ചെയ്യരുത്. അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സർവൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, റൈറ്റ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് കമ്പാഷൻ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡിസ്ക്രിമിനേഷൻ, റൈറ്റ് ടു സ്പെഷ്യൽ പ്രിവെന്റീവ് മെഷേഴ്സ്, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് എക്സ്പ്രസ് വ്യൂസ് ആൻഡ് കൺസേൺ, റൈറ്റ് ടു എഫക്റ്റീവ് അസിസ്റ്റൻസ്, right to privacy, right to be protected from hardship during the justice process, right to safety, right to compensation തുടങ്ങിയിട്ടുള്ള 12 ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്തിന്, പോക്സോയ്ക്കകത്ത്. അപ്പൊ ഇത് ഞാൻ കാണാതെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് കാണാതെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് സെക്ഷൻസും അതിനകത്തെ എന്തൊക്കെ പറയുന്നു ഉള്ള കാര്യങ്ങളാണ്. ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുവാണ് ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് പ്രിൻസിപ്പൾ അല്ലാത്തത്, ആയത് ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്ര ചാപ്റ്റേഴ്സ്, 9 ചാപ്റ്റേഴ്സിനകത്തായിട്ട് 46 സെക്ഷൻസ് ആയിട്ടാണ് പോക്സോ ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാത്തിലെയും പോലെ തന്നെ ചാപ്റ്റർ 1 പ്രിലിമിനറി സെക്ഷൻ ആണ്. സെക്ഷൻ 1ഉം 2ഉം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എന്താണ് ടൈറ്റിൽ എന്നും ഇത് എവിടെയൊക്കെ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗത്തുണ്ട് എന്നും പറയുന്നു. അപ്പം ഡിഫൈൻ ദ ആക്ട് നെയിം, പോക്സോയുടെ ഫുൾ നെയിം, ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമായിരിക്കുമെന്നും നവംബർ 14, 2012 ഇത് നിലവിൽ വന്നു എന്നും പറയുന്നു. ഇനി സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അവിടെ ചൈൽഡ് ആരാണെന്നും സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്താണെന്നും ഷെയർഡ് ടേംസ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പേഴ്സൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൻ 2-നകത്താണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, എ സ്പെഷ്യലൈസ്ഡ് പോലീസ് യൂണിറ്റ് ഡെസിഗ്നേറ്റഡ് ഇൻ എവരി ഡിസ്ട്രിക്ട് ടു ഹാൻഡിൽ ചൈൽഡ് കേസ്, അതും സെക്ഷൻ 2-ൽ പറയുന്നുണ്ട്. ദെൻ ഷെയർഡ് ടേം എന്ന് പറയുന്നത്, അതായത് വേർഡ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ഹിയർ ടേക്ക് ദർ ഡെഫിനിഷൻ ഫ്രം ദ ഇന്ത്യൻ പീനൽ കോഡ്. അതായത് പല കാര്യങ്ങളും ഷെയർഡ് ടേമിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. IPC ഇപ്പം BNS പ്രകാരമാണ്, ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ചാപ്റ്റർ നമ്പർ 2 തൊട്ടിട്ടാണ് പറയുന്നത് സെക്ഷൽ ഒഫൻസസ് എഗൻസ്റ്റ് ചിൽഡ്രൻ. സെക്ഷൻ 3 മുതൽ 12 വരെയാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, സെക്ഷൽ ഒഫൻസസ്, കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസസ് എവിടെ എന്തൊക്കെയാണെന്ന് തുടങ്ങുന്നത് സെക്ഷൻ 3 തൊട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറ്റകൃത്യങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. സെക്ഷൽ അസാൾട്ട്,
സെക്ഷൽ ഹറാസ്മെന്റ്, ചൈൽഡ് പോർണോഗ്രഫി. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിന് കുട്ടിയെ പ്രേരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നേരിട്ടോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ ഒക്കെ തന്നെ കുട്ടിയെ പിന്തുടരുക, ശല്യം ചെയ്യുക, അവരെ നോക്കിയിട്ട് അശ്ലീലകരമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുക, ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ചൈൽഡ് പോർണോഗ്രഫി നമുക്ക് ഓൾറെഡി അറിയാം. ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയുടെ ചിത്രം കൈവശം വെക്കുക, അത് ഷെയർ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതെല്ലാം ചൈൽഡ് പോർണോഗ്രഫിയാണ്. കുട്ടിയെ നിർബന്ധിച്ചിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ വീഡിയോ പകർത്തിയതിനു ശേഷം പോൺ സൈറ്റ്സുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ചൈൽഡ് പോർണോഗ്രഫിയാണ്. ഇതൊന്നും അല്ലാത്ത മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞു ചൈൽഡ് അസോൾട്ട് എന്ന് പറയുന്നത് ആണല്ലോ. ചൈൽഡ് അസോൾട്ട് എന്ന് പറയുമ്പം ഈ പറയുന്ന കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടുകൾ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിക്കുക, അതിനകത്താണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടും അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും ഒക്കെ വരുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 3 പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ പറ്റിയിട്ടാണ്. അതായത് ഇൻസേർട്ടിംഗ് എ പെനിസ്, ഒബ്ജക്ട് ഓർ എനി ബോഡി പാർട്ട് ഇൻ ടു ചൈൽഡ് പ്രൈവറ്റ് പാർട്ട്, മൗത്ത് ഓർ ഫോഴ്സിംഗ് എ ചൈൽഡ് ടു ഡു സോ. സെക്ഷൻ 3. സെക്ഷൻ 4 പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ പണിഷ്മെന്റിനെ പറ്റിയിട്ടാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിനിമം 10 വർഷത്തെ ജയിൽ ശിക്ഷ, വേണമെങ്കിൽ അത് ജീവപര്യന്തമാക്കാം, അതുകൂട്ടത്തിൽ ഫൈനും കൂടെ ഉണ്ട്. ഇനി കുട്ടി 16 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ 20 വർഷം മിനിമം എങ്കിലും കൊടുത്തിരിക്കണം പെനിട്രേറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ടിന്. ഇനി അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പറയുന്നത് സെക്ഷൻ 5-നകത്താണ്. എന്താണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്? ഇവിടെ പെനിട്രേറ്റീവ് അസോൾട്ട് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റഡ് പൊസിഷനിൽ ഇരിക്കുന്ന പവർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ പോലീസോ ഫാമിലിയോ ടീച്ചറോ ഡോക്ടറോ ഒക്കെ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പീപ്പിൾ കോസിംഗ് സെവിയർ ഇഞ്ചുറി, പ്രഗ്നൻസി, ഡെത്ത് ഒക്കെ സംഭവിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2019 അമെന്റ്മെന്റിന് ശേഷം അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനകത്താണ് കൂടുതൽ കാര്യങ്ങൾ, ഈ പറഞ്ഞ കൂട്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു. സെക്ഷൽ അസോൾട്ടിന് ഈ പറയുന്ന ശിക്ഷ 20 വർഷമൊക്കെ ആക്കിയത് 2019 കേട്ടോ. അതിനകത്താണ് ഈ പ്രകൃതി ദുരന്തം സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ സാമുദായിക ലഹള നടന്ന സമയത്ത് എന്നൊക്കെ കൂട്ടിച്ചേർത്തത്. അപ്പം അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഇതിനകത്ത് പറയുന്നത് പോലീസുകാരനോ അല്ലെങ്കിൽ സൈനികനോ സർക്കാർ ഉദ്യോഗസ്ഥരോ രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ ആശുപത്രി ജീവനക്കാരോ ടീച്ചറോ അങ്ങനെ ആരെങ്കിലും ഒരു ട്രസ്റ്റഡ് പൊസിഷനിൽ ഇരിക്കുന്നവര് കുട്ടിയെ ഉപദ്രവിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻ 6-നകത്ത് അതിന്റെ പണിഷ്മെന്റ് പറയുന്നത് മിനിമം 20 വർഷമാണ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഡെത്ത്, വധശിക്ഷ പ്ലസ് ഫൈൻ എന്നുള്ളതാണ്. ദെൻ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് നോൺ പെനിട്രേറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ ടച്ചിങ് ദ ചൈൽഡ് പ്രൈവറ്റ് പാർട്ട് ഓർ മേക്കിംഗ് ദ ചൈൽഡ് ടച്ച് സമ്മൺ എൽസ് വിത്ത് സെക്ഷൽ ഇന്റന്റ് വിത്തൗട്ട് പെനിട്രേഷൻ ആണ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അതിന് മിനിമം 3 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ പണിഷ്മെന്റ് കൊടുക്കണം പ്ലസ് ഫൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്തത് അഗ്രിവേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ സെക്ഷൻ 9-നകത്താണ്. ഇവിടെ നോൺ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കമ്മിറ്റഡ് ബൈ സമ്മൺ ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നോൺ പെനിട്രേറ്റീവ് ആണ്, പക്ഷെ ചെയ്യുന്നത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് ഈ ചെയ്യുന്ന സമയം ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഓർ യൂസിങ് എ വെപ്പൺ ഓർ ഡ്രഗ്സ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മിനിമം 5 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെ കഠിന തടവും പ്ലസ് ഫൈനും ആയിരിക്കും. ദെൻ സെക്ഷൽ ഹറാസ്മെന്റ് നമ്മൾ പറഞ്ഞു സെക്ഷൻ 11-നകത്താണ്. സെക്ഷൽ റിമാർക്കുകൾ, അതുപോലെ ന്യൂഡ് പോണോഗ്രാഫിക് മീഡിയ കാണിക്കുക, സ്റ്റോക്കിംഗ് നടത്തുക, എക്സ്പോസിംഗ് പ്രൈവറ്റ് പാർട്ട് ടു എ ചൈൽഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് സെക്ഷൻ 11. ഇങ്ങനെ ചെയ്യുവാണെങ്കിലും 3 വർഷം വരെ കഠിന തടവും പ്ലസ് ഫൈനും ആണ് വരുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 3-ൽ പറയുന്നത് യൂസിങ് ചൈൽഡ് ഫോർ പോണോഗ്രാഫിക് പർപ്പസ്. 13ഉം 14ഉം സെക്ഷൻ പറയുന്നത് കുട്ടിയെ പോണോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കേസാണ്. സെക്ഷൻ 13-ൽ പറയുന്നത് യൂസിങ് എ ചൈൽഡ് ഇൻ മീഡിയ വിഷ്വൽ ഫോർ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. അതാണ് സെക്ഷൻ 13, ചൈൽഡ് പോണോഗ്രഫി എന്താണെന്ന്. അതിന്റെ പണിഷ്മെന്റ് പറയുന്ന സെക്ഷൻ 14-നകത്താണ്. മിനിമം 5 വർഷം 7 വർഷം വരെ ശിക്ഷ നീണ്ടുപോകാം പ്ലസ് ഫൈൻ ആണ്. അതുപോലെ ഹയർ പെനാൽറ്റീസ് അപ്ലൈ ഇഫ് ഇറ്റ് ഇൻവോൾവ് അസോൾട്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അസോൾട്ടും കൂടെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പെനാൽറ്റി കൂടുകയും ചെയ്യും. സെക്ഷൻ 15 സ്റ്റോറേജ് ആണ്. ചൈൽഡ് പോണോഗ്രഫിയെ നമ്മൾ ആ ഒരു വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യുവാണെങ്കിൽ വിത്തൗട്ട് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഡിലീറ്റിംഗ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഫോണിനകത്തോ ലാപ്ടോപ്പിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നു വിത്തൗട്ട് ഡിലീറ്റിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ വരെ പിഴയുണ്ടായിരിക്കും. അതുപോലെ സ്റ്റോറിംഗ് ഫോർ കൊമേഴ്ഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ, നമ്മുടെ കയ്യിൽ വെക്കാതെ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 3 തൊട്ട് 5 വർഷം വരെ കഠിന തടവ് പ്ലസ് ഫൈനും ഉണ്ടായിരിക്കും. സെക്ഷൻ 15.
ഇനി ചാപ്റ്റർ 14 പറയുന്നത് അബൻഡ്മെന്റ് ആൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ എനിവൺ ഹു അസിസ്റ്റ്, എൻകറേജ്, പ്ലാൻസ് ഓർ ഫോഴ്സസ് സമ്മൺ ടു കമ്മിറ്റ് എ പോക്സോ ഒഫൻസ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അബറ്റർ. ആരാണോ ഈ എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നത്, ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പ്ലാൻ ചെയ്യാനോ ഒക്കെ കൂട്ടു നിൽക്കുന്നവരുടെ കാര്യമാണ് സെക്ഷൻ 16 പറയുന്നത്. ഇനി അയാൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് സെക്ഷൻ 17 ആണ്. അതായത് മെയിൻ ഒഫൻഡറിന്റെ ശിക്ഷ എന്താണോ അത് തന്നെ ഇയാൾക്കും കിട്ടും, അതാണ് പറയുന്നത്. സെക്ഷൻ 18 പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ആണ്. അതായത് ഒരു ഒഫൻസ് നടത്താനായിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ അപ് ടു ഹാഫ് ദ മാക്സിമം സെന്റൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദാറ്റ് ആക്ട് എന്നുള്ളതാണ്. ദെൻ ചാപ്റ്റർ നമ്പർ 5 പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ് ദ കേസ് എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് നമ്മൾ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അതായത് സെക്ഷൻ 19 പറയുന്നത് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആണ്. എനിവൺ ഹു നോ ഹു സസ്പെക്ട് ചൈൽഡ് അബ്യൂസ് മസ്റ്റ് റിപ്പോർട്ട് ടു ദ SJPU, അതായത് സ്റ്റേറ്റ് ജുവനൈൽ പ്രൊട്ടക്ഷൻ യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ. ഇപ്പൊ ആർക്കൊക്കെ പരാതി കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ രക്ഷിതാക്കൾക്കോ ടീച്ചറിനോ മറ്റ് ആർക്ക് വേണമെങ്കിലും നമുക്ക് പരാതി കൊടുക്കാമെന്ന് പറയാം. പക്ഷെ ഇനി ഇൻ കേസ് നമ്മൾ അറിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം പല കൗൺസിലിംഗ് സെക്ഷനകത്തും കുട്ടികൾ തുറന്നു പറഞ്ഞിട്ട് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരാണോ അറിയുന്നത് അവർ ഉറപ്പായിട്ടും ലോക്കൽ പോലീസിനെയോ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലോ ഒക്കെ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയിലോ അറിയിക്കണമെന്നാണ്. സെക്ഷൻ 20 പറയുന്നത് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് പേഴ്സണൽ ഇൻ മീഡിയ, ഹോസ്റ്റൽ, ഹോസ്പിറ്റൽ ഓർ സ്കൂൾ മസ്റ്റ് റിപ്പോർട്ട് സസ്പെക്ട് അബ്യൂസ് ഇമ്മീഡിയറ്റ്ലി. പറഞ്ഞോളൂ, സ്കൂൾ കൗൺസിലറോ ഹോസ്പിറ്റലിലെ ഡോക്ടറോ ഹോട്ടലിലെ ആൾക്കാരോ ആരും ആയിക്കോട്ടെ, ആരറിയുന്നോ അവരുടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 20 പറയുന്നത്. ഇനി 21 സെക്ഷൻ പറയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മുതിരുന്നില്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല അബ്യൂസ് നടന്നിട്ടുമെങ്കിൽ ഈ പറഞ്ഞതുകൂട്ട് തന്നെ 6 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനാണെങ്കിൽ അപ് ടു 1 ഇയർ വരെ, 6 മാസം. ഇപ്പം നമ്മളെ പോലെ ഒരാളാണെങ്കിൽ 6 മാസം വരെ. ഇനി ഒരു സ്കൂൾ HMO അങ്ങനെ വല്ലതും അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അപ് ടു 1 ഇയർ വരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കുന്നത്, പണിഷ്മെന്റ് കൊടുക്കുന്നത്, പ്ലസ് ഫൈനും ഉണ്ട്. സെക്ഷൻ 22 പറയുന്ന ഫോൾസ് കംപ്ലൈന്റ് ആണ്. ഇനി നമ്മൾ ഇന്റൻഷനലി ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഏകദേശം 6 മാസം വരെ കഠിന തടവും ഉണ്ട്, പ്ലസ് ഫൈനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ ദംസെൽസ് ആർ എക്സംപ്റ്റ് ഫ്രം പണിഷ്മെന്റ് ഫോർ ഫോൾസ് റിപ്പോർട്ടിംഗ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലൊക്കെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. പെൺകുട്ടി വ്യാജ പരാതി പറയുന്നു, അല്ലെ? അപ്പം അങ്ങനെ കുട്ടികൾ വ്യാജ പരാതി പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കേസോ അങ്ങനെയൊന്നും ഇല്ല, നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിലേ ഉള്ളൂ. ദെൻ സെക്ഷൻ 23 പറയുന്നത് മീഡിയ പ്രൊട്ടക്ഷൻ ആണ്. ഒരു തരത്തിലും പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, ഐഡന്റിറ്റി. സ്ട്രിക്ട് പ്രൊഹിബിഷൻ ഓൺ റിവീലിംഗ് ദ ചൈൽഡ് നെയിം, അഡ്രസ്, സ്കൂൾ ഓർ പിക്ചർ ഇൻ എനി മീഡിയ ചാനൽ എന്ന് പറയുന്നത് സെക്ഷൻ 23 ഓക്കെ. ഇനി ആറാമത്തെ ചാപ്റ്റർ പറയുന്നത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ചൈൽഡ് ആണ്. കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മൊഴിയെടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് സെക്ഷൻ 24 to 27. 24 പറയുന്നത് റെക്കോർഡിംഗ് ചൈൽഡ് സ്റ്റേറ്റ്മെന്റ് ബൈ പോലീസ് ആണ്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ആ കുട്ടിയുടെ മൊഴി എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു മൊഴി എടുക്കണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ, സംഭവം നടന്ന് 30 ഡേയ്സിനുള്ളിൽ മൊഴി എടുക്കണമെന്നുണ്ട്. SI റാങ്കിൽ നിൽക്കുന്ന ഒരു വനിത, SIയിൽ താഴെ പോവാത്ത ഒരു വനിതയായിരിക്കണം. യൂണിഫോം ഉപയോഗിച്ച് പോകാനായിട്ട് പാടില്ല. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് വേണം കുട്ടിയെ ചോദ്യം ചെയ്യല്ല, മൊഴിയെടുക്കാൻ. ഇതൊക്കെ സെക്ഷൻ 24 നോക്കിക്കേ. ഡൺ അറ്റ് ദ ചൈൽഡ് റെസിഡൻസ് ഓർ ചോയ്സ് ഓഫ് എ പ്ലേസ്. കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലം അല്ലെ കുട്ടിയുടെ വീട്. ഓഫീസർ പോലീസ് യൂണിഫോമിലാവരുത്. ചൈൽഡുമായിട്ടോ ഈ ഒരു ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് അക്യൂസ്ഡ് തമ്മിലുള്ള ഒരു കോണ്ടാക്ടോ അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ തന്നെ ചൈൽഡിനെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഓവർനൈറ്റ് വിളിച്ചു വരുത്താനോ അങ്ങനെ നിർത്താനോ ഒന്നും പാടില്ല. സെക്ഷൻ 25 പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബൈ മജിസ്ട്രേറ്റ് ആണ്. അതായത് റെക്കോർഡഡ് അണ്ടർ സെക്ഷൻ 164 CRPC യൂസിങ് സിംഗിൾ ലാംഗ്വേജ് ഇൻ ദ പ്രസൻസ് ഓഫ് പേരന്റ് ഓർ ഗാർഡിയൻ. പറഞ്ഞുകൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ 164 CRPC 164 പ്രകാരം സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം, കുട്ടിയുടെ പേരൻസിന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 26 പറയുന്നത് ട്രാൻസ്ലേറ്റേഴ്സ്, യൂസ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ്, ഇന്റർപ്രറ്റേഴ്സ് ഓർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇഫ് ദ ചൈൽഡ് ഹാസ് സ്പീച്ച് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഓർ സ്പീക്ക് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജ്. കുട്ടിക്ക് ഭാഷ അറിയില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററോ ട്രാൻസ്ലേറ്ററോ ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 26. 27 മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത്
പ്രസൻസ് ഓഫ് പേരന്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് പേഴ്സന്റെ മുന്നിൽ വെച്ചിട്ട് വേണം കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ. മസ്റ്റ് ബി കണ്ടക്ടഡ്, ഉറപ്പായിട്ടും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. ഫീമെയിൽ ചിൽഡ്രൻ മസ്റ്റ് ബി എക്സാമിൻ ബൈ എ ഫീമെയിൽ ഡോക്ടർ. ഇൻ കേസ് ഒരു ഫീമെയിൽ കുട്ടിയാണ് പീഡനത്തിന് ഇരയാവുന്നതെങ്കിൽ കുട്ടിയെ ഫീമെയിൽ ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഡോക്ടർ വേണം ചെക്ക് ചെയ്യാനായിട്ട്. അടുത്ത സ്പെഷ്യൽ കോർട്ട്, നമ്മൾ പറഞ്ഞു പോക്സോ കേസ് നടത്താൻ ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ട്. അത് ചാപ്റ്റർ നമ്പർ 7 അകത്ത് സ്പെഷ്യൽ കോർട്ടിനെ പറ്റി പറയുന്നത് 28 മുതൽ 32 വരെയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് ഡെസിഗ്നേറ്റ് എക്സിസ്റ്റിംഗ് സെഷൻ കോർട്ട് ഓർ എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ കോർട്ട് ഡെഡിക്കേറ്റഡ് ടു പോക്സോ കേസ്. പോക്സോ കേസുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉറപ്പായിട്ടും സെഷൻ കോർട്ടുകളോ ഒരു സ്പെഷ്യൽ കോർട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൻ 28ലും. 29ൽ പറയുന്നത് എന്താണ്? Presumption as to certain offences. The court perceives the accused abetted the crime once the act is proved, shifting the burden of proof to the accused. അപ്പം നമ്മൾ പറയില്ലേ, ഒരാള് ഇപ്പം കുറ്റാരോപിതനായിട്ട് പോക്സോ കേസിൽ വന്ന് നിൽക്കുന്ന ഒരാളെ കോടതി കാണുന്നത് കുറ്റാരോപിതനായിട്ട്, കുറ്റവാളിയായിട്ട് തന്നെ ആയിരിക്കും. പോക്സോ കേസിന്റെ പ്രത്യേകതയാണത്. സെക്ഷൻ 30 പറയുന്നത് the court perceives the accused acted with guilty intent useless proven otherwise. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു സ്പെഷ്യൽ കോർട്ടിന്റെ കേസ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. സെക്ഷൻ 32 പറയുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പറ്റിയിട്ടാണ്. അതായത് സ്റ്റേറ്റ് മസ്റ്റ് അപ്പോയിന്റ് ഡെഡിക്കേറ്റഡ് പ്രോസിക്യൂട്ടർ വിത്ത് അറ്റ്ലീസ്റ്റ് 7 years ഓഫ് ലീഗൽ പ്രാക്ടീസ് ഫോർ ചൈൽഡ് കേസ്. ചൈൽഡ് കേസ് എടുത്ത് 7 വർഷത്തെ പ്രാക്ടീസ് ഉള്ള പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ആയിരിക്കണം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട്. ഇനി പ്രൊസീജിയർ ആൻഡ് പവർ ഓഫ് സ്പെഷ്യൽ കോർട്ട് ആണ് സെക്ഷൻ 33 to 38. എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ. ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കരുത്. ചൈൽഡ് ഫ്രണ്ട്ലി കോർട്ട് റൂം എൻവയോൺമെന്റ് ആയിരിക്കണം ട്രയൽ പ്രൊസീജിയറിൽ. അതുപോലെ ഈ ഒരു പ്രതിയെയും കുട്ടിയെയും കൂടെ നേർക്ക് കാണാനുള്ള ഒരു വക ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അതും കൃത്യം. അതുപോലെ അഡ്ജേൺമെന്റ് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ പിരിച്ചുവിട്ട് അതൊന്നും നടക്കത്തില്ല. കുട്ടിയെ അത് ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്, അതും പറയുന്നുണ്ട്. അതുപോലെ സെക്ഷൻ 34 പറയുന്നത് പ്രൊസീജിയർ വെൻ അക്യൂസ്ഡ് വിക്ടിം ഈസ് എ ചൈൽഡ്. If there is a doubt about the age of the victim or accused, the special court conduct a preliminary age determination test. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പീഡിപ്പിക്കപ്പെട്ട കുട്ടി കൊച്ചുകുട്ടിയാണ്, പീഡിപ്പിച്ച ആളും കൊച്ചുകുട്ടിയാണ്. അപ്പൊ അതിന് ഒരു പ്രിലിമിനറി ഏജ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് സെക്ഷൻ 34ലാണ്. അതുപോലെ ടൈം ലിമിറ്റ്, എത്ര നാൾക്കകം ഇത് വേണം, അതായത് എത്ര നാൾക്കകം മൊഴിയെടുക്കണം, എത്ര നാൾക്കകം കേസിന് വിധി പറയണം എന്നൊക്കെ പറയുന്നത് സെക്ഷൻ 35ലാണ്. പഠിച്ചു വെക്കണം. ചൈൽഡിന്റെ അടുത്തുനിന്ന് എവിഡൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് പരാതി ലഭിച്ച് 30 ദിവസത്തിനുള്ളിലായിരിക്കണം. അതുപോലെ ട്രയല് 1 വർഷത്തിനുള്ളിൽ തീർക്കുകയും വേണം. ദെൻ സെക്ഷൻ 36 പറയുന്നത് സെപ്പറേഷൻ ഫ്രം അക്യൂസ്ഡ് ആണ്. യൂസ് ഓഫ് സിംഗിൾ വേ മിറേഴ്സ്, കർട്ടൻസ് ഓർ വീഡിയോ കോൺഫറൻസിംഗ് സോ ദ ചൈൽഡ് ഡസ് നോട്ട് സീ ദ അക്യൂസ്ഡ്. ഈ പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതിയെ കാണാനുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് ഒരുക്കരുത്. അതായത് ഒരു കുട്ടി അയാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു മിററിന്റെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ടോ ക്യാമറയോ കർട്ടനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിൽ പോലും കുട്ടിക്ക് പ്രതിയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് സെക്ഷൻ 36ലാണ്. അതുപോലെ ട്രയൽ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൻ 37നകത്താണ്. ട്രയൽ ടേക്ക് പ്ലേസ് ഇൻ ക്ലോസ്ഡ് കോർട്ട് റൂം, നോട്ട് ഓപ്പൺ ടു ദി ജനറൽ പബ്ലിക്. ഒരിക്കലും ഒരു ഓപ്പൺ കോർട്ട് റൂമിൽ വെച്ചിട്ട് പോക്സോ കേസ് വാദിക്കുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം. സെക്ഷൻ 38 പറയുന്നത് അസിസ്റ്റൻസ് ഓഫ് എക്സ്പേർട്ട് ആണ്. അതായത് കോർട്ട് ക്യാൻ ടേക്ക് ഹെൽപ്പ് ഫ്രം ചൈൽഡ് സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് ഓർ മെഡിക്കൽ എക്സ്പേർട്ട്. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കോർട്ടിന് ആരുടെ അസിസ്റ്റൻസ് എടുക്കാം, ഒന്നെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെയോ ഒരു സോഷ്യൽ വർക്കറിന്റെയോ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെയോ അസിസ്റ്റൻസ് എടുക്കാം എന്ന് പറയുന്നത് സെക്ഷൻ 38ലാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് മിസലേനിയസ് സെക്ഷൻസ് ആണ് 39 മുതൽ 46 വരെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് നമുക്ക് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2019 ഭേദഗതി പ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. ആ എഴുതി ചേർത്ത കാര്യം ഞാനിപ്പോ ഓൾറെഡി കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും കൂടെ ഒന്ന് നോക്കാം. The Protection of Children from Sexual Offences Act 2019 was introduced to address rising child sexual abuse and make penalties under the 2012 Original Act significantly stricter. ഇത് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 16, 2019 ഈ ഒരു പോക്സോയുടെ അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത് 2019 ഓഗസ്റ്റ് 16 ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 വന്ന ആക്ടിനകത്തേക്ക് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കയറ്റി എന്നുള്ളതാണ്.
അതായത് ഇൻട്രൊഡക്ഷൻ ടു ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞത് 2019 സെക്ഷൻ 6 നമ്മൾ പറഞ്ഞില്ല അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്നുള്ളതിനകത്തേക്ക് വധശിക്ഷ എന്ന് പറയുന്ന കാര്യം കയറ്റിയത് 2019 അതുപോലെ ഇൻക്രീസ്ഡ് മിനിമം ജയിൽ ടേംസ്, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് സെക്ഷൻ 4 അതിന്റെ 7 മുതൽ 10 വർഷം വരെ പണിഷ്മെന്റ് ആക്കി. പെനിട്രേറ്റീവ് അസോൾട്ട് ഓൺ എ ചൈൽഡ് അണ്ടർ 16 നമ്മൾ ആദ്യമേ പറഞ്ഞു 16 വയസ്സിൽ താഴെയാണെങ്കിൽ മിനിമം 20 വർഷം എന്നുള്ളത് ആക്കിയത് 2019 അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് സെക്ഷൻ 6 10 മുതൽ 20 വർഷം വരെ ആക്കി. അത് വേണമെങ്കിൽ ലൈഫിലേക്ക് അല്ലെ എക്സ്റ്റെൻഡബിൾ ടു ലൈഫ് ഓർ ഡെത്ത് പെനാൽറ്റി ആക്കിയത് 2019 അപ്പം അഗ്രവേറ്റഡ് അസോൾട്ട് എന്ന് പറയുന്ന സെക്ഷനകത്തേക്ക് കുറച്ചുകൂടി ഒരു എക്സ്പാൻഡഡ് സ്കോപ്പ് കൊടുത്തത് എവിടെയാണ്? 2019 അമെന്റ്മെന്റ് ആണ്. അതായത് ഒരു ലഹള നടക്കുമ്പോഴോ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുന്ന സമയത്തോ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഒരു അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയം, കമ്മ്യൂണൽ വയലൻസ് അതായത് സാമുദായിക ലഹള ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലോ കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അഗ്രവേറ്റഡ് അസോൾട്ടിനകത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ കുട്ടി ഇങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അത് അഗ്രവേറ്റഡ് അസോൾട്ടിലേക്ക് കൊണ്ടുവരാം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 2019 കൂട്ടിച്ചേർത്തതാണ് ഹോർമോൺ, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടിയെ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി വരുത്തുന്നത് തെറ്റാണ്. അതും 2019 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചൈൽഡ് പോണോഗ്രഫിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തത് 2019 ചൈൽഡ് പോണോഗ്രഫി എന്താണ്? ക്ലിയർ എക്സ്പ്ലിസിറ്റ് ഡെഫിനിഷൻസ് ഓഫ് ചൈൽഡ് പോണോഗ്രഫി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2019 Amendment Act of POCSO, which include photographs, videos, digital computer generated images or cartoon indistinguishable from an actual child എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് ആയിക്കോട്ടെ, കാർട്ടൂൺസ് ആണെങ്കിൽ പോലും എന്താണ് അതെല്ലാം ചൈൽഡ് പോണോഗ്രഫിക്കകത്ത് വരും. അതുപോലെ ഈ പറഞ്ഞ സ്റ്റോറേജിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ് കേട്ടോ. 2019 ചേർത്താണ്. ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 3 to 5 years ഇംപ്രിസൺമെന്റ് കൊടുത്തതും 5000 രൂപ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് ഒക്കെ സെക്ഷൻ 15 കൂട്ടിച്ചേർത്ത് ഇതോടുകൂടിയിട്ടാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോർമോണ്, രാസവസ്തുക്കൾ എന്നിവ നൽകി കുട്ടികളിൽ കൃത്രിമ സെക്ഷൽ മെച്യൂരിറ്റി സൃഷ്ടിക്കുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന്റെ പരിധിയിൽ പെടുന്നു എന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് 2019 ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പോക്സോ ആക്ട് എന്ന് പറയുന്ന സാധനമേ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വേറെ ആക്ടും കൊടുത്തേക്കാം, ഈ നോട്ടും കൊടുത്തേക്കാം. കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.